വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അധികാരം ഏറ്റെടുത്ത് ലിയോ 14 മാർപ്പാപ്പ മടങ്ങിയതിന് ശേഷം ഇതിൽ പങ്കാളികളാവാൻ എത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന്, ഒരുപക്ഷെ 10,000-കണക്കിന് വിശ്വാസികളും ആരാധകരൊക്കെ അവിടെ വലിയ ജൂബിലേഷൻ, വലിയ ആഹ്ലാദ പ്രകടനം കാണിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പയ്ക്ക് പിറകെ കർദിനാളന്മാർ, ഏതാണ്ട് 252 കർദിനാളന്മാരുണ്ട്, 100 കണക്കിന് മെത്രാന്മാർ, ആയിരക്കണക്കിന് വൈദികർ, സന്യസ്തരായിട്ടുള്ള സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ 10,000-കണക്കിന് വിശ്വാസികൾ. ഇവരൊക്കെ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചതുരത്തിൽ ഒത്തുകൂടി ഈ ബലിയർപ്പിക്കുകയായിരുന്നു. സ്ഥാനാരോഹണ ചടങ്ങുകൾ ഏതാണ്ട് തീരുകയാണ്. പക്ഷേ ജനം സെൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അവരുടെ രാജ്യത്തിൻ്റെ പതാകകൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്കയിൽ നിന്നും പെറുവിൽ നിന്നും ഒരുപാട് ജനമെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ പതാക കാണുന്നുണ്ട്. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിക്കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ വലിയ സംഘം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പ്രതിനിധികൾ. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ അടക്കമുള്ളവർ വലിയ സംഘം വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വന്നതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ്. എന്തായാലും അവർ തമ്മിലുള്ളൊരു ചർച്ച നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്തിയിരുന്നു. അതേ തുടർന്നാണ് റഷ്യക്കെതിരെ പിന്നീട് ഇറങ്ങിപ്പോയി ഡൊണാൾഡ് ട്രംപ് വലിയ വിമർശനം നടത്തിയത്. പക്ഷേ ഇസ്താംബൂളിൽ വെച്ച് ഇവർ ഒരുമിച്ച് കാണുമെന്ന് പറഞ്ഞിരുന്നു. പുടിൻ പോയില്ല, ചർച്ച നടന്നില്ല. ട്രംപ് ഇപ്പോഴും ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ വത്തിക്കാനിൽ തീർച്ചയായിട്ടും അമേരിക്കക്കാരനായിട്ടുള്ള ആദ്യത്തെ മാർപ്പാപ്പയെ വരവേൽക്കാനും അദ്ദേഹത്തെ ആശംസകൾ അർപ്പിക്കാനാണ് അമേരിക്കൻ സംഘം എത്തിയത്. പക്ഷെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ചർച്ചയ്ക്കൊരു സാധ്യത ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. ഇനി ഒരുപക്ഷെ ആരും അറിയാതെ പരമരഹസ്യമായ ചർച്ചയായിരിക്കുമോ എന്നറിയില്ല. എന്തായാലും ഇതിൻ്റെ കൂടെ എപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാർ ഒത്തുകൂടുന്നിടത്ത് സൈഡിൽ അവർ തമ്മിലുള്ള ചർച്ചകളും നടക്കാം. ചൈനയിൽ നിന്ന് സംഘം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. പ്രത്യേകിച്ച് ചൈനീസ് ഭരണകൂടവുമായി കത്തോലിക്ക സഭയ്ക്ക് നൂറ്റാണ്ടുകളായിട്ട് പ്രശ്നമുണ്ടായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കത്തോലിക്ക സഭയും. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് അക്കാര്യത്തിൽ അവർ തമ്മിൽ സന്ധി ചെയ്തു, രമ്യതയിലായി. അവിടെ 2 തരം ബിഷപ്പുമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ചൈനീസ് ഭരണകൂടത്തിൻ്റെ ആശീർവാദപ്രകാരവും മറ്റത് കാർഡിനൽ ജോസഫ് സിന്നക്ക ചെയ്യുന്ന വിഭാഗവും. പക്ഷേ ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അവിടുത്തെ ഭരണാധികാരികളുമായി സഭ ഒരു രമ്യതയിലെത്തുകയും ഒരു കോമൺ ആയിട്ടുള്ളത് നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചൈനീസ് ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളും ഈ 200 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടായിരിക്കാം. അത് കൺഫേംഡ് അല്ല. എന്തായാലും അതൊരു പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതേ ചൊല്ലി കത്തോലിക്ക സഭയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നതുകൂടി ഞാൻ മറക്കുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെതിരെ ഉയർന്നിരുന്ന ചില വിമർശനങ്ങളിലൊന്ന് ചൈനീസ് സഭ അണ്ടർഗ്രൗണ്ടിൽ കത്തോലിക്ക സഭ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭരണകൂടവുമായി സന്ധി ചെയ്തു എന്നുള്ളതിൽ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി പിയത്രോ പരോളിനടക്കമുള്ളവർക്കെതിരെ കർദിനാൾമാർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. ഒരുപക്ഷെ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചിരുന്നൊരു പേര് വത്തിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രണ്ടാമനായിരുന്ന പിയത്രി പരോളിന്റെ പേരായിരുന്നു. ഇനി അങ്ങനെയുള്ള ഊഹാപോഹങ്ങൾക്കോ ഒന്നും യാതൊരു അർത്ഥവുമില്ല. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഇപ്രകാരമുള്ള ഒത്തിരിയേറെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കണക്കുകൂട്ടലുകൾ തീർച്ചയായും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടല്ലോ. അത് നമ്മുടെ ഈ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ തന്നെയും ദൈവം എത്രമാത്രം വിസ്മയകരമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ളത് ഇത്തവണ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന്റെ കോൺക്ലേവ് കർദിനാളന്മാർ സിസ്റ്റൈൻ ചാപ്പലിൽ കൂടിയപ്പോഴും നമുക്ക് ഒരിക്കൽ കൂടി വ്യക്തമായി
മിസ്റ്റീരിയസ് ആർ ദ വേസ് ഓഫ് ഗോഡ് എന്ന് സാധാരണ പറയാറുണ്ട്. ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും രഹസ്യാത്മകമാണ്. അതുകൊണ്ട് തന്നെയും അതിൻ്റെ വലിയ ആഘോഷ തിമിർപ്പിലാണ് വത്തിക്കാൻ എന്ന് നമുക്ക് പറയാം. വത്തിക്കാൻ ചത്തുരത്തിലുള്ള ഈ ആഘോഷ തിമിർപ്പ് വത്തിക്കാനിലും റോമിലും ഇറ്റലിയിലും യൂറോപ്പിലും മാത്രമല്ല, ലോകമെമ്പാടും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. വത്തിക്കാനിൻ്റെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിൽ ഉയർന്നു നിൽക്കുന്ന ആ മണിനാദം പോലെ തന്നെ മനോഹരമായി ലോകമെമ്പാടും പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ വാക്കുകളെ ലോകം തീർച്ചയായും സ്വീകരിക്കും. ധാർമ്മികതയുടെ ശബ്ദമായി എന്നും പാപ്പ നമ്മുടെ മുൻപിൽ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ദിശാസൂചികയാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മെയ് 8 തീയതി 2025 അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ലോകത്തിനു വേണ്ടി നൽകുന്ന മനോഹരമായൊരു ദിശാസൂചിയായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ തവണയും സമാധാന ആശംസ കൊടുക്കുകയും ഐക്യമുണ്ടാകണമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ഈ ആധുനിക യുഗത്തിൻ്റെ മനോഹരമായ ദിശാസൂചിയായി തന്നെയും ധാർമ്മികതയുടെ ശബ്ദമായി പാലം പണിയാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയുകയും, ജെയിംസ് സാർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മുൾക്കിരീടമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഇത് ഏൽപ്പിച്ചതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ കുരിശ് നിങ്ങളോട് ചേർന്ന് ഞാനും വഹിക്കാമെന്ന് ലയോ 14 മാർപ്പാപ്പ പറഞ്ഞു. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഇത് ഒരു ചരിത്ര സംഭവമാണ്. ചരിത്രം കഴിഞ്ഞു. കാരണം ലോകത്തെ AD എന്നും BC എന്നും പിളർത്തിയ യേശുക്രിസ്തുവിൻ്റെ ജനനം പോലെ തന്നെ ഈ ആധുനിക യുഗത്തിൽ ജനകീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ലയോ 14 എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് പ്രൊവോസ്റ്റ് എന്ന പേരുള്ള ഈ മാർപ്പാപ്പ ചരിത്രം തിരുത്തിക്കുറിക്കുന്നു. അദ്ദേഹം സിംഹത്തെ പോലെ ശക്തനും ധൈര്യപൂർവ്വം ലോകത്തിലുള്ള അനീതികൾക്കെതിരെ പടവെട്ടാൻ, നന്മയെ ചേർത്ത് പിടിക്കാൻ, ഐക്യത്തോടുകൂടെ ഈ ലോകത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ, മതവിശ്വാസങ്ങൾ ഏതായാലും രാഷ്ട്രങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ഭാഷകൾക്കും അതീതമായി ലോകമെമ്പാടുമുള്ള സകല ജനങ്ങളും ഒന്നായി ജീവിക്കണം, ദൈവത്തിൽ ഒന്നായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കെല്ലാവർക്കും സ്വീകരിക്കാം.